നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചില തമാശകളൊക്കെ കേട്ടല്ലോ, അതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോന്ന് അറിയണോ എനിക്ക്. മറ്റുള്ളവര് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ശീലം എനിക്കില്ല. എന്താ തമാശയെന്ന് പറഞ്ഞാൽ മറുപടി പറയാം, അത്രേ ഉള്ളൂ. അല്ല, 7-8 വർഷം മുൻപ് നീ കൊന്നുകളഞ്ഞ നിന്റെ ഭാര്യയുടെ ശ്രാദ്ധം കൂട്ടാനോ ബലിയിടൽ ചടങ്ങ് നടത്താനോ ഒക്കെ നീ തന്നെ മുന്നിട്ടിറങ്ങുകയാണെന്ന് കേട്ടു. നീ സുഭദ്ര മരിച്ച നാളും തിഥിയുമൊക്കെ അന്വേഷിച്ച കാര്യം ജ്യോത്സ്യം വിളിച്ചു പറഞ്ഞതാ. കേട്ടത് സത്യമാ. ഇതിലെന്താ ഇത്ര തമാശയെന്ന് മാത്രം മനസ്സിലായില്ല. ആരാച്ചാര് തന്നെ ഇരയ്ക്ക് സദ്യ ഒരുക്കുന്നതിലെ തമാശ. അല്ലെങ്കിൽ തന്നെ ഒരാൾ മരിച്ച് സഞ്ചയനത്തിനും അടിയന്തരത്തിനും ബലിയിടലിനുമൊക്കെ ഓരോരോ സമയങ്ങളുണ്ട്. തോന്നുംപടി തോന്നിവാസത്തിന് ചെയ്യാവുന്ന സംഗതികളൊന്നും അല്ല അത്. അത് നിങ്ങളുടെ തള്ളിയിലൂടെ മാത്രമേ ലോകകാര്യങ്ങൾ നടക്കൂ എന്ന ചിന്തയുള്ളതുകൊണ്ടാ. വേണ്ടത് വേണ്ടതുപോലെ അന്വേഷിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്കും പ്രാപ്തിയുണ്ട്. ഞാൻ കർക്കിടക വാവ് ബലിയൊന്നുമല്ല നടത്തുന്നത്, സുഭദ്ര മരിച്ച നക്ഷത്രവും തിഥിയും വച്ചിട്ടാ. മരണശേഷം കർമ്മങ്ങളൊന്നും കൃത്യമായി ചെയ്യാത്തതുകൊണ്ട് ആത്മാവ് അശാന്തയാണ്. അത് പ്രശ്നം വെച്ചപ്പോ തെളിഞ്ഞതാ. അതിനാ ഞാൻ മണിച്ചിലെ കൊണ്ട് ജ്യോത്സ്യരെ കണ്ടത്. നാളെ തന്നെ പൂർത്തിയാകാതെ പോയ മരണാനന്തര കർമ്മങ്ങളെല്ലാം നടത്തും. പ്രധാന ചടങ്ങുകൾ ശ്രാദ്ധമൂട്ടും ബലിയിടലുവാ. സുകുമാരൻ എന്നൊരാളെ മണിച്ചൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബലിയിടുന്ന ചടങ്ങുകൾ ഏർപ്പാടാക്കുന്ന ആളാ. ഓ, അപ്പൊ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു തന്നെയല്ലേ? അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയവും വേണ്ട. എന്തിനാ നീ വേഷം കെട്ടലൊക്കെ കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. എല്ലാം എന്റെ രാധയ്ക്ക് വേണ്ടിയാ. അവളെ എന്നെ അകറ്റുന്നത് മറ്റാരുമല്ല, സുഭദ്ര തന്നെയാ. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടി പരമപദം പൂകിയാൽ മാത്രമേ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ഇനി ഗതി പിടിക്കൂ. അതിന് ഇത്രയൊന്നും പാടുപെടേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നീ ആ രാധയെ മനസ്സിൽ നിന്നെടുത്ത് കള. അതോടെ നിന്റെ കഷ്ടകാലം തീരും. ആഹാ, എന്നിട്ട് വീണ്ടും നിങ്ങളുടെ വിനീത വിധേയനായി കാൽച്ചുവട്ടിൽ വാലും ചുരുട്ടി കിടക്കണമായിരിക്കും മേഘനാഥൻ. അമ്മമാര് പറയുന്നത് കേട്ട് ജീവിച്ച ഒരു മക്കളും നശിച്ചു പോയിട്ടില്ല. ആഹാ, അമ്മമാരില്ലാതെയും മക്കളൊക്കെ ജീവിച്ച് വിജയിച്ചിട്ടുണ്ട്. അപ്പോ നീ വീണ്ടും അടുത്ത അംഗത്തിന് തയ്യാറായി ഇറങ്ങുവല്ലേ? അതെ, രാധ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ യുദ്ധം തുടരാൻ തന്നെ എന്റെ തീരുമാനം. ഞാൻ വിചാരിച്ചാൽ ഇത് മുടക്കാൻ കഴിയുമെന്ന് മറക്കരുത്. ഒരിക്കലുമില്ല. അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നർത്ഥം. നാളെ തന്നെ ഞാൻ ആ ബലിയിടൽ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കും. ശ്രാദ്ധമൂട്ടൽ ചടങ്ങ് നടത്തും. പിന്നെ ഈ ലോകത്തെ ഒരു ശക്തിക്കും എന്നെ എതിർക്കാൻ പറ്റാതെയാകും. രാധയെ ഞാൻ എന്റെ കൈവെള്ളയിലാക്കിക്കൊണ്ട് നടക്കും. മണിച്ച, നീ പോയി ബാക്കി ഏർപ്പാടുകളും കൂടി പൂർത്തിയാക്ക്. എന്നിട്ട് വന്നാ മതി. ഓ ശരി സാർ. നാളെ സുഭദ്രയുടെ ബലിയിടൽ ചടങ്ങ് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തടയാമെങ്കിൽ തടഞ്ഞു നോക്ക്. അപ്പൊ കാണിച്ചു തരാം ഈ മേഘനാഥൻ ആരാണെന്ന്. പറയാഞ്ജലി, എന്ത് കാര്യം പറയാനാ തനിക്ക് മടി? എനിക്ക് മനസ്സിലായില്ല. അത് ഒന്നുമില്ല പ്രസാദേട്ടാ. സ്വന്തം ചേച്ചിയുടെ ആണ്ടിന് ബലിയിടണം, അതല്ലേ കാര്യം? അച്ഛനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോണം. അവന്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യിക്കണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറയാൻ മടി കാണിക്കുന്ന എന്തിനാ? ഞാൻ അത്രയ്ക്ക് അന്യനാണോ നിങ്ങൾക്കൊക്കെ? അങ്ങനെയല്ല, പ്രസാദേട്ടന് ബുദ്ധിമുട്ടാവൂലെന്ന് കരുതിയിട്ടാ ചേച്ചി. ആ
അതാ ഞാൻ ചോദിച്ചത്, വെറും ഒരു അന്യനായിട്ടാണോ എന്നെ കാണുന്നതെന്ന്. അടുപ്പവും ബന്ധമുള്ളവരോട് നമ്മൾ ആവശ്യങ്ങൾ പറയാൻ പേടിക്കരുത്, മടിക്കരുത്. അതില്ലാത്തവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇതുപോലുള്ള ഉൾഭയവും ജാളിതയൊക്കെ കാണിക്കേണ്ടത്. അഞ്ജലി ശ്രദ്ധിച്ചോന്നറിയില്ല, നാളത്തെ ഡേറ്റിൽ നമ്മൾ ഇവന്റ്സിന്റെ ഓർഡറുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ അത്? ആ, ആ. ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം. കലണ്ടറിൽ അഞ്ജലി ആ തീയതി നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരുന്നു, ചേച്ചിയുടെ ആണ്ടുബലിയെന്ന്. എന്താ, ശരിയല്ലേ? ആ, ശരിയാണ്. അത് കണ്ടപ്പോ ഞാൻ ഊഹിച്ചിരുന്നു. അതനുസരിച്ചാ ആ ഡേറ്റ് ഫ്രീ ആക്കാൻ ചെയ്തത്. പിന്നെ ആ വിവരം എന്നോട് പറയുമെന്നറിയാൻ വെയിറ്റ് ചെയ്തതാ ഞാൻ ഈ നിമിഷം വരെ. പ്രസാദേട്ടാ, ഞാൻ... നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. കാരണം അവൻ എന്റെ സ്വന്തം മോൻ തന്നെയാ. പക്ഷെ അവന്റെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കാതെ മറച്ചുവെച്ച് എന്നെ വിലയിടിച്ച് കാണരുതെന്ന് മാത്രം, ആ ഒരു അപേക്ഷയുള്ളൂ. സോറി പ്രസാദേട്ടാ, വി ആർ വെരി സോറി. രാവിലെ റെഡിയായിരുന്നു. അവിടെ ക്ഷേത്രത്തെ ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുന്നുംപാറ ക്ഷേത്രത്തിന് കീഴെയുള്ള കടൽ തീരത്ത ബലിതർപ്പണം. രാവിലെ പോവാം നമുക്ക്. താങ്ക് യു പ്രസാദേട്ടാ. ഈ ചെയ്തതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഞങ്ങൾക്ക്. സന്തോഷം. എല്ലാ നന്ദിയും ഞാൻ കൈയോട് സ്വീകരിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നിങ്ങൾ വാ മക്കളെ, നമുക്ക് ആഹാരം എടുത്തു വെക്കാം. ഹലോ രാധേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. എന്താ വേണുവേട്ടാ വിളിച്ചത്? പറഞ്ഞോളൂ. എനിക്കൊന്ന് രാധയെ നേരിൽ കാണണമല്ലോ. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ എപ്പോഴും ആള് കാണും. അന്ന് രാത്രി തന്നെ ഈ നടയിൽ വന്നത് റിസ്ക് ആയിരുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക്. നാളെ സുഭദ്രേച്ചിയുടെ ആണ്ടുബലിയാ. ഞങ്ങള് കുന്നുംപാറ ക്ഷേത്രത്തിലേക്കും കടൽ തീരത്തേക്കും പോകുന്നുണ്ട്. വേണുവേട്ടന് അവിടേക്ക് വന്നാ മതി. ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ അവിടെ വന്ന് സംസാരിച്ചോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.